Hello everyone, welcome back to Little Hurdles. Let's learn together. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെലൻ കെല്ലറിൻ്റെ 3 Days to See എന്ന എസ്സേ ആണ്. ഇതാണ് ഹെലൻ കെല്ലർ എന്ന റൈറ്ററിൻ്റെ പിക്ചർ. ഹെലൻ കെല്ലറിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവർക്ക് കണ്ണ് കാണാൻ സാധിക്കില്ല, അതുപോലെ ചെവി കേൾക്കാൻ സാധിക്കില്ല, സ്വാഭാവികമായും സംസാരിക്കാനും സാധിക്കില്ല. ഹെലൻ കെല്ലറിനെ പറ്റി നമുക്ക് കൂടുതലൊന്ന് നോക്കാം. ഹെലൻ ആഡംസ് കെല്ലർ was an American author, political activist and lecturer who epitomized the triumph of willpower and hard work over hardships. She was the first deaf-blind person to earn a Bachelor of Arts degree. The story of Keller and her teacher Anne Sullivan was made famous by Keller's autobiography, The Story of My Life, and its adaptations for film and stage, The Miracle Worker. 1880 ജൂൺ 27 അമേരിക്കയിൽ ഹെലൻ ആഡംസ് കെല്ലർ എന്ന പെൺകുട്ടി ജനിച്ചു. തൻ്റെ കുറവുകളെ വിൽപവർ കൊണ്ട് നേരിട്ട് ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തെ തന്നെ കീഴടക്കി. ഹെലൻ കെല്ലർ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും റൈറ്ററും ലെക്ചററുമൊക്കെ ആയിരുന്നു. കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലാതെ ആദ്യമായി ബാച്ചിലർ ആർട്സ് ഡിഗ്രി കരസ്ഥമാക്കിയ ആളാണ് ഹെലൻ കെല്ലർ. തൻ്റെ ഓട്ടോബയോഗ്രഫിയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിലൂടെ ഹെലൻ കെല്ലറിനെയും അവരെ ഇത്രയും പ്രാപ്തയാക്കിയ ആൻ സലീവൻ എന്നവരുടെ ടീച്ചറിനെയും ലോകം അറിഞ്ഞു തുടങ്ങി. പിന്നീട് അവരുടെ സ്റ്റോറി സിനിമയും നാടകങ്ങളുമൊക്കെയായി. ഇതാണ് ഹെലൻ കെല്ലറിൻ്റെ ടീച്ചർ ആൻ സലീവൻ്റെ പിക്ചർ. ഹെലൻ കെല്ലർ വാസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ് സിൻസ് ഷി വാസ് 19 months old. Her autobiography, The Story of My Life, recapitulates her transformation from childhood to a 21-year-old college student, and it is remarkable for its inspiring narratives. Many honors came her way, including Theodore Roosevelt Distinguished Service Medal in 1936, the Presidential Medal of Freedom in 1964, etc. Some of her other notable works are The World I Live In, Out of the Dark, and My Religion. ഹെലൻ കെല്ലറിന് 19 മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞന്തയും ഒപ്പം ബെദിരയുമാണെന്ന് തിരിച്ചറിയുന്നത്. അവരുടെ ഓട്ടോബയോഗ്രഫിയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൽ തൻ്റെ ബാല്യം മുതൽ 21 വയസ്സുള്ള കോളേജ് സ്റ്റുഡൻ്റായി രൂപാന്തരപ്പെട്ട കാലഘട്ടങ്ങളിൽ അനുഭവിച്ച സ്ട്രഗിളിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആഖ്യാന രീതി കൊണ്ടും ആ ഓട്ടോബയോഗ്രഫി ശ്രദ്ധേയമാണ്. 1936 തിയോഡർ റൂസ്വെൽറ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസ് മെഡൽ പോലുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ഹെലൻ കെല്ലറിനെ തേടിയെത്തിയിരുന്നു. ദ വേൾഡ് ഐ ലിവ് ഇൻ, ഔട്ട് ഓഫ് ദ ഡാർക്ക്, മൈ റിലീജിയൻ തുടങ്ങിയവയാണ് ഹെലൻ കെല്ലറിൻ്റെ മറ്റു വർക്കുകൾ. ഇനി നമുക്ക് എസ്സേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. The essay was published in The Atlantic Monthly of January 1933. In this essay, Helen Keller imagines what she would do if she were given a chance to regain her sight for 3 days. She became aware of how those people with a sight took such a gift for granted and wanted them to see how if she was given such an opportunity to see for 3 days. In these days, she would like to see what she cares for and things that fascinates her as well as make her curious. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട എസ്സേ 3 Days to See അപ്പിയർ ചെയ്തത് 1933 പബ്ലിഷ് ചെയ്ത ദ അറ്റ്ലാന്റിക് മന്ത്ലിയിലാണ്. തനിക്ക് 3 ദിവസം കാഴ്ച ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഇമാജിൻ ചെയ്യുകയാണ് ഈ എസ്സേയിൽ ഹെലൻ കെല്ലർ. കാഴ്ച എന്ന അനുഗ്രഹം ലഭിച്ച ആളുകൾ ആ അനുഗ്രഹത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹെലൻ കെല്ലർ തനിക്ക് 3 ദിവസം എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച കാഴ്ച കിട്ടിയാൽ എന്തൊക്കെ കാണാൻ ശ്രമിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ എസ്സേയിലൂടെ. ഈ ഇമാജിനറി 3 ഡേയ്സിൽ ഹെലൻ കെല്ലർ ഏറ്റവും അധികം വിലമതിക്കുന്നതും പ്രയോറിറ്റി കൊടുക്കുന്നതുമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റോറിയുടെ മെയിൻ പോയിന്റ്സിലേക്ക് പോവാം. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? Once Helen Keller's good friend had just returned from a long walk from the woods. When Keller asked her what she had observed, the friend replied, "Nothing in particular." This led to the response by Keller. ഒരിക്കൽ ഹെലൻ കെല്ലറിൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കാട്ടിലൂടെ ഒരു ചെറിയ നടപ്പൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഹെലൻ കെല്ലർ ചോദിച്ചു, എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്ന്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്നാണ് ആ ഫ്രണ്ട് റിപ്ലൈ ചെയ്തത്. ഈ റിപ്ലൈ ആണ് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ഹെലൻ കെല്ലറിന് തോന്നാൻ കാരണമായത്. ശരിയല്ലേ, കാഴ്ചയുള്ള ഒരാൾ ഇത്രയും ദൂരം നടന്നിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇഫ് ഈച്ച് ഹ്യൂമൻ ബീങ് were stricken blind and deaf. Helen Keller thinks it would be a blessing if each human being were stricken blind and deaf, as they would then be able to appreciate the ability to see and hear. This would be possible only if they were truly unable to see and hear.
ഹെലൻ കെല്ലറിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അന്ധതയും ബധിരതയും തിരിച്ചറിയണം. എന്നാൽ മാത്രമേ തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ട വിധം അവയെല്ലാം ഉപയോഗപ്പെടുത്തുകയുള്ളൂ. If there's a chance to regain eyesight. In the essay 3 Days to See, Helen Keller imagines what she would do if she were given the chance to regain her sight for just 3 days. In these 3 days, being both blind and deaf, she would like to see what she cares for and things that fascinates her as well as make her curious. She divides the 3 days into 3 parts and outlines all she plans to do in those 3 days. 3 Days to See എന്ന എസ്സേയിൽ തനിക്ക് 3 ദിവസത്തേക്ക് കാഴ്ചശക്തി ലഭിക്കുകയാണെങ്കിൽ താൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ് ഹെലൻ കെല്ലർ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അന്ധയും ബധിരയും ആയതുകൊണ്ട് തന്നെ താൻ ഏറെ വിലമതിക്കുകയും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണാനാണ് ഹെലൻ കെല്ലർ ആഗ്രഹിക്കുന്നത്. ഇനി എങ്ങാനും അത്തരം ഒരു 3 ഇമാജിനറി ഡേയ്സ് കിട്ടുകയാണെങ്കിൽ ആ ദിവസങ്ങളെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മളോട് പറയുകയാണ് ഹെലൻ കെല്ലർ. ഇനി ഫസ്റ്റ് ഡേ ഓഫ് സൈറ്റിൽ ഹെലൻ കെല്ലർ എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. Helen Keller says that the first thing she would want to see were the people whose kindness, gentleness and companionship made her life worth living. She wants this because she has known her friends, their hearts and their souls only by touching their faces. Foremost among them was her teacher, Mrs. Anne Sullivan Mercy. കാഴ്ച കിട്ടിയാൽ ആദ്യം കാണേണ്ടത് കുറച്ച് നല്ല മനസ്സിന് ഉടമകളായ ചില ആൾക്കാരെയാണെന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. അവരുടെ ദയയും കരുണയും സ്നേഹവും അനുകമ്പയും ഒക്കെയാണ് തൻ്റെ ജീവിതം ജീവിക്കാൻ തന്നെ സജ്ജമാക്കിയത്. ഇത്രയും നാളും ഇവരെയൊക്കെ മനസ്സിലാക്കിയത് ഇവരുടെ മുഖത്ത് തൊട്ടു നോക്കിയായിരുന്നു. താൻ കാണാൻ ആഗ്രഹിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിൽ ആദ്യ സ്ഥാനം തൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ആൻ സല്ലിവൻ ആണെന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെപ്പറ്റി, അല്ലേ? She asserts that those people who have seen their friends with their eyes know nothing about them. She will also see the faces of innocent babies, the books she has read being blind, and she also wants to see the books which others with the sight used to read. Next, she will see the faces of her loyal dogs and will see all the small things in her home which make a house a home. കാഴ്ചയുടെ ആദ്യ ദിവസം മറ്റെന്തൊക്കെ കാണാനാണ് ഹെലൻ കെല്ലർ ആഗ്രഹിക്കുന്നത് എന്നറിയണ്ടേ? അതിനു മുമ്പ് ഹെലൻ കെല്ലർ ഒരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരൊക്കെ കൺകുളിർക്കെ കണ്ട ശേഷം നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ ഫേസ് കാണാനാണ് ഹെലൻ കെല്ലർ ആഗ്രഹിക്കുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാതാവുന്ന ഒന്നാണത്, അല്ലേ? പിന്നെ കാണേണ്ടത് തനിക്ക് കാഴ്ചയില്ലാതിരുന്നപ്പോൾ താൻ വായിച്ചറിഞ്ഞ ബ്രൈൽ സ്ക്രിപ്റ്റിൽ എഴുതിയ ബുക്സാണ്. അതിൽ ഓരോ സ്ക്രിപ്റ്റും ഉയർന്നു നിൽക്കുന്നവയാണ്. സോ അന്ധരായിട്ടുള്ളവർക്ക് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാനാവും. പിന്നെ കാണേണ്ടത് കാഴ്ചയുള്ളവർ വായിക്കുന്ന പ്രിൻറ്റഡ് ബുക്സ് എങ്ങനെയിരിക്കുമെന്നാണ്. തൻ്റെ ലോയലായിട്ടുള്ള വളർത്ത നായകളുടെ കണ്ണുകൾ കാണണം. പിന്നെ പല പല നിറങ്ങൾ കാണണം. ഒരു വീടിനെ വീടാക്കുന്ന പല പല ചെറിയ ചെറിയ വസ്തുക്കളും കാണണം. She will also see the beauty of the nature in the afternoon, and on her way back she will see farmland and the ploughing horse. She will also enjoy the beauty of setting sun. Helen Keller hoped to see by artificial light all the things around her, something nature could not do. That night, she would not be able to sleep due to the memories created by the sight of all that she had seen on her first day. ഒന്നാമത്തെ ദിവസം ഉച്ചവരെ വളരെ പെട്ടെന്ന് കടന്നുപോകും. ഉച്ച കഴിഞ്ഞ് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇറങ്ങണം. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കൃഷിസ്ഥലമുണ്ടെന്നറിയാം. ആ സ്ഥലത്തിൻ്റെ ദൃശ്യഭംഗി കാണണം. അവിടെ ചിലപ്പോൾ നിലം ഉഴുതു മറിക്കാൻ കുതിരകൾ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അവയെയും കാണണം. അവിടെ അല്പനേരം കൂടി നിന്നാൽ അസ്തമയ സൂര്യൻ്റെ മനോഹാരിത കാണാൻ സാധിക്കും. ആ കാഴ്ച കണ്ണു നിറയെ കണ്ടറിയണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ നിർമ്മിതമായ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് തെളിയും. പ്രകൃതിക്ക് ചെയ്യാനാവാത്ത കാര്യമാണത്. തനിക്ക് ചുറ്റുമുള്ള എല്ലാം ആ വെളിച്ചത്തിൽ കണ്ട് ആസ്വദിക്കണം. ആ രാത്രി കിടന്നാൽ ഉറങ്ങാനേ പറ്റില്ല. കാരണം അന്ന് പകൽ ആദ്യമായി കണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹെലൻ കെല്ലറിന് കിട്ടിയ ഇമാജിനറി 3 ഡേയ്സിലെ ഫസ്റ്റ് ഡേ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ഹെലൻ കെല്ലർ ഒരു ലവർ ഓഫ് നേച്ചറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അതിനെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടെയുണ്ട്, അതുകൂടെ നോക്കാം. Helen Keller can be first seen as a lover of nature in this essay, when she describes how a friend went for a walk in the woods, and on being asked what she had observed, the person described nothing in particular.
She wondered how one could walk for an hour through the woods and see nothing worthy to note. She explains that, though she cannot see, she finds many things to interest her through the sensation of touch. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ഒരിക്കൽ ഹെലൻ കെല്ലറിൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് കാട്ടിലൂടെ ഒരു ചെറിയ നടപ്പൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഹെലൻ കെല്ലർ ചോദിച്ചു എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കണ്ടതെന്ന്. പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല എന്ന ഫ്രണ്ട് റിപ്ലൈ ചെയ്തപ്പോൾ ഹെലൻ കെല്ലർ പെട്ടെന്ന് അതിശയപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു അല്ലേ. കാരണം 1 മണിക്കൂറോളം കാട്ടിലൂടെ നടന്നിട്ടും ഒന്ന് വേർത്തി ആയിട്ടുള്ള ഒരു സാധനം പോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ എന്ന് ഹെലൻ കെല്ലറിന് തോന്നി. ഈവൻ കാഴ്ചയില്ലാത്ത ഹെലൻ കെല്ലർ കുറച്ചു നേരം വുഡ്സിൽ സ്പെൻഡ് ചെയ്താൽ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 100,000 കാര്യങ്ങൾ ജസ്റ്റ് തൊട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഹെലൻ കെല്ലർ പറയുകയാണ്. She gives some examples like it could be the symmetry of a leaf, the skin of a silver birch, of a rough bark of a pine. It could be the awakening flowers in the spring or a bird in full song. She loves the feel of the cool water of the gushing brook over her fingers. She longs to see all this by sight as she can only touch them now. ഹെലൻ കെല്ലർ കുറേ എക്സാമ്പിൾസ് കൊടുക്കുകയാണ് അതിന്. ഇലകളിൽ തന്നെ പല വൈവിധ്യങ്ങളുണ്ട് അല്ലേ. ഹെലൻ കെല്ലർ ഈ ഇലകളുടെയൊക്കെ ഷേപ്പ് എങ്ങനെയാണെന്ന് തൊട്ട് നോക്കി മനസ്സിലാക്കാറുണ്ടായിരുന്നു. അവിടെ കാട്ടിലേക്ക് പോകുമ്പോൾ പൈൻ മരത്തിൻ്റെയൊക്കെ തോല്, അതുപോലെ തന്നെ വിടരാറായ ഫ്ലവേഴ്സ്, ഇവയൊക്കെ തൊട്ട് നോക്കി മനസ്സിലാക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ താൻ തൊട്ട് നോക്കുന്ന ഏതെങ്കിലും മരച്ചില്ലയുടെ അറ്റത്ത് ഏതെങ്കിലും കിളികളിരുന്ന് പാട്ട് പാടുന്നതിൻ്റെ വൈബ്രേഷൻ തനിക്ക് ഫീൽ ചെയ്യാനാവുമെന്നും അവർ പറയുന്നു. അതുപോലെ തന്നെ ചെറിയ അരുവികളിലൂടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് കൈകൾ മുക്കുമ്പോൾ തൻ്റെ കൈകളിലൂടെ ഒഴുകുന്ന തണുത്ത വെള്ളത്തിൻ്റെ ഫീല് അതവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഫീല് ചെയ്ത് മാത്രം അറിഞ്ഞ പല കാര്യങ്ങളും നോക്കി നേരിൽ കാണാൻ ഹെലൻ കെല്ലർ അതിയായി ആഗ്രഹിച്ചു. ഇനി നമുക്ക് ഹെലൻ കെല്ലറിന് ആരായിരുന്നു ആൻ സലീവൻ എന്നൊന്ന് നോക്കാം. ഹെലൻ കെല്ലർ വാസ് ക്വൈറ്റ് ക്ലോസ് ടു ആൻ സലീവൻ ആൻഡ് ഇറ്റ് ഈസ് വിസിബിൾ ഇൻ ദിസ് എസ്സേ. Keller imagines that if she got a chance to see for 3 days in her life, on the first day of sight, she would like to see people who is close to her. Foremost is Anne Sullivan, showing how important she is to Helen Keller. ആൻ സലിവൻ ഹെലൻ കെല്ലറിന് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് ഈ എസ്സേയിൽ വളരെ വിസിബിളാണ്. തനിക്ക് കാഴ്ച കിട്ടിയാൽ ആദ്യം തന്നെ തൻ്റെ ടീച്ചറിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹെലൻ കെല്ലർ പറയുന്നു. ഇതിൽ നിന്ന് തന്നെ ആൻ സലിവൻ ഹെലൻ കെല്ലറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. She describes her teacher as someone who came to her when she was a child and opened the outer world to her. Anne Sullivan is described by Helen Keller as being patient and tender when it came to helping a child like her with her education. She is also described as having strength of character when it came to facing difficult situations. In addition, she had compassion for humanity, which Helen Keller was able to felt often. താനൊരു കുട്ടിയായിരുന്ന കാലം മുതലേ ആൻ സലിവൻ തൻ്റെ ടീച്ചറായി എത്തിയിരുന്നു. ഇതാണ് പുറം ലോകമെന്ന് അന്ധയും ബധിരയും അതുപോലെ തന്നെ സംസാരിക്കാനുമാവാത്ത തനിക്ക് കാട്ടിത്തന്നത് തൻ്റെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു. ഒരുപാട് ക്ഷമയുള്ളൊരു വ്യക്തി എന്നാണ് ആൻ സലിവനെക്കുറിച്ച് ഹെലൻ കെല്ലർ പറയുന്നത്. തന്നെപ്പോലൊരു കുട്ടിയെ പഠിപ്പിക്കുന്നതും ഇവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും എത്ര ഡിഫിക്കൽട്ടായിരുന്നു. എന്നിട്ടും സ്ട്രോങ് ഡിറ്റർമിനേഷനോടെ തനിക്ക് ലോകം എന്താണെന്ന് അവർ കാട്ടിത്തന്നു. മനുഷ്യത്വവും അനുകമ്പയുമുള്ള ഒരു സ്ത്രീ എന്നാണ് ആൻ സലിവനെ ഹെലൻ കെല്ലർ വിശേഷിപ്പിക്കുന്നത്. കാരണം പല അവസരങ്ങളിലും ഹെലൻ കെല്ലർ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെലൻ കെല്ലറിൻ്റെ സെക്കൻഡ് ഡേ ഓഫ് സൈറ്റിൽ എന്തൊക്കെയാണ് അവൾ കാണാൻ ആഗ്രഹിക്കുന്നത് നോക്കണ്ടേ. ഷി വുഡ് ലൈക്ക് ടു സീ ദ നാച്ചുറൽ ഹാപ്പനിങ്സ് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ സെക്കൻഡ് ഡേ. ഷി വിൽ സീ ദ ക്രിയേഷൻസ് ഓൺ ദ എർത്ത് ആൻഡ് ഓൾസോ ദ പ്രോഗ്രസ് മെയ്ഡ് ബൈ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ. Then she would like to know about origin of the earth and the living organisms in a better way. On her imaginary second day of sight, she would like to see the world of present and past as expressed in the form of art. She would visit the Metropolitan Museum of Art and the New York Museum of Natural History. കാഴ്ചയുടെ 2ാം ദിവസം അതിരാവിലെ തന്നെ എഴുന്നേൽക്കണം. എന്നിട്ട് രാത്രി പകലിന് വഴിമാറുന്ന സുന്ദരമായ കാഴ്ച കണ്ട് ആസ്വദിക്കണം. 2ാമത്തെ ദിവസം ഭൂമിയിലെ പല ക്രിയേഷൻസും കാണാനുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യന്മാർ നേടിയ പുരോഗതികളും ഭൂമിയുടെ ഒറിജിൻ, അതുപോലെ ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ കണ്ടു മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ലത് ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ന്യൂയോർക്ക് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വിസിറ്റ് ചെയ്യുക, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ കഴിഞ്ഞ കാലം ആർട്ടിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ല പ്ലേസ് മെട്രോപൊളിറ്റൻ മ്യൂസിയം. ഈ 2 പ്ലേസ് വിസിറ്റ് ചെയ്ത് മാക്സിമം കാഴ്ചകൾ കണ്ടു തീർക്കുന്നതിനാണ് 2ാമത്തെ ദിവസം കൂടുതൽ പ്രയോറിറ്റി ഹെലൻ കെല്ലർ നൽകിയിരിക്കുന്നത്. In Metropolitan Museum of Art,
She would see the beauty of the past and would also see the spirit of Rome, Greece, and Egypt as expressed in masterpieces of art. She would see the sculptured gods and goddesses and would see the wrinkled face of Homer, who was also blind. She will spend the evening of the second day in a theatre and in a cinema hall. Through all these, she wants to know and compare her understanding and feelings as she has experienced in her blindness. മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് സന്ദർശിക്കുമ്പോൾ പഴയ പ്രതാപകാലത്തിൻ്റെ പല അവശേഷിപ്പുകളും കാണാനാവും. റോമൻ സാമ്രാജ്യത്തിൻ്റെ സ്പിരിറ്റ്, അതുപോലെ തന്നെ ഗ്രീക്കിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ പ്രതാപം, പല മാൻമെയ്ഡ് ശില്പങ്ങൾ, പെയിൻറ്റിങ്സ്, ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ശില്പങ്ങൾ, തന്നെ പോലെ തന്നെ അന്ധനായ ഹോമർ എന്ന ഗ്രീക്ക് കവിയുടെ ചുളിവുകൾ വീണ മുഖം അടയാളപ്പെടുത്തിയ ശില്പങ്ങൾ തുടങ്ങിയവയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കാണേണ്ട കാഴ്ചകൾ വളരെ വേഗത്തിൽ കണ്ടു തീർക്കണം. ബിക്കോസ് ഈ ഇമാജിനറി ഐസൈറ്റ് 3 ദിവസത്തേക്ക് മാത്രമാണുള്ളത്. സോ ഒരുപാട് ടൈം അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. വൈകുന്നേരമാവുമ്പോൾ ഒരു നാടകമോ അല്ലെങ്കിൽ ഒരു സിനിമയോ പോയി കാണണം. പലവട്ടം സിനിമാ ഹാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ ദൃശ്യഭംഗി കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ചലനങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഇവയെല്ലാം താൻ തൻ്റെ അന്ധതയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ പോലെയാണോ റിയാലിറ്റിയിലുള്ളത് എന്ന് കമ്പയർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ 2ാം ദിവസവും കഴിഞ്ഞ് 3rd ഡേ എങ്ങനെ അവൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് നോക്കാം. ദ 3rd ഡേ വുഡ് ബി സ്പെൻഡ് ഇൻ സീയിങ് ദ ഓർഡിനറി സൈഡ് ഓഫ് ലൈഫ്. ഷീ വുഡ് ബിഗിൻ ഹർ വിസിറ്റ് ഫ്രം ദ സബർബ്സ് ഓഫ് ഹർ റെസിഡൻസ്. She would visit the East River, where she would enjoy the panorama of the ships and boats coming here and there. She would see building of New York, which had came down from the pages of some fairy story. 3ാം ദിവസം ആദ്യമേ തന്നെ രാവിലെ എഴുന്നേറ്റ് രാത്രി മാറി പകലാവുന്നത് വീണ്ടും നോക്കി കാണണം. 3ാം ദിവസം ആദ്യം തന്നെ സാധാരണ ജീവിതം എങ്ങനെയാണെന്ന് കാണുകയാണ് ചെയ്യേണ്ടത്. സോ തൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശം കാണണം. അവിടെ രാവിലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ തിരക്കുകൾ കാണാം. ഗ്രഹനാഥന്മാർ കാലത്തെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ പോവേണ്ടത് ഈസ്റ്റ് റിവർ സൈഡിലേക്കാണ്. ആ ദൃശ്യഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നിത്യജീവിതത്തിനായി അധ്വാനിക്കുന്ന പലരെയും നമുക്കവിടെ കാണാനാവും. ബോട്ടുകൾ വരുന്നതും പോകുന്നതും നോക്കി ഏറെ നേരം അവിടെ ഇരിക്കണം. ശേഷം ന്യൂയോർക്ക് നഗരം കാണാൻ പോകണം. വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ അവിടെ കാണാൻ സാധിക്കും. Helen Keller wishes to get to the top of the Empire State Building to get a panoramic view of the city. She would then like to stroll down 5th Avenue to look at the high-end women's store before moving to Park Avenue to see common places and would know about the ordinary life of the people in slums, factories and parks to see children playing. അവിടെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ കയറി സിറ്റിയുടെ കംപ്ലീറ്റ് വ്യൂ കണ്ട് ആസ്വദിക്കണം. അവിടെ നിന്ന് 5th അവന്യൂയിലേക്ക് അവിടെ ഒരു വിമൻ സ്റ്റോറിൽ ചെന്ന് എല്ലാ സാധനങ്ങളും നോക്കിക്കാണണം. അതിനുശേഷം സ്ലംസ് കാണാൻ പോകണം, ഫാക്ടറീസ് കാണാൻ പോകണം, ഇവിടെയൊക്കെയുള്ള ആളുകൾ നയിക്കുന്ന ഓർഡിനറി ലൈഫ് കാണണം. പിന്നെ ഒരു പാർക്കിലേക്ക് പോകണം, അവിടെ കുട്ടികളിരുന്ന് കളിക്കുന്നതൊക്കെ കാണണം. She would try to add fullness to life by visiting as many places as she could. Lastly, she would once again like to go to the theatre to watch a funny play. The night would relapse her to eternal blindness. She had left a lot which could not be seen. തനിക്ക് സന്ദർശിക്കാൻ പറ്റാവുന്ന അത്രയും സ്ഥലങ്ങൾ സന്ദർശിക്കണം. അന്ന് തൻ്റെ കാഴ്ചയുടെ അവസാനത്തെ നാളാണ്. ഒന്നുകൂടി അവസാനമായി തിയേറ്ററിൽ പോയി ഒരു കോമഡി നാടകം കണ്ട് ആസ്വദിക്കണം. അന്നത്തെ രാത്രി തനിക്ക് സമ്മാനിക്കുന്നത് ഇനി വരാനിരിക്കുന്ന നാളുകളിലെ സ്ഥായിയായ ബ്ലൈൻഡ്നെസ് ആയിരിക്കും. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഒക്കെയുള്ള നമ്മളോട് ഇനി ഹെലൻ കെല്ലറിന് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. Use your eyes as if tomorrow you would be stricken blind. By this phrase, Helen Keller is telling the reader that one must use one's eyes as if the next day one may never see again. Similarly, she goes on to say the same of all other senses. They must be used as if they may be lost soon. Helen Keller tells the reader this from her personal experience of not being able to see or hear from childhood. നാളെ ഞാൻ ചിലപ്പോൾ അന്ധനായി തീരും എന്ന പോലെ വേണം ഓരോരുത്തരും ഓരോ ദിവസവും ജീവിച്ചു തീർക്കാൻ. കാരണം അങ്ങനെ കരുതിയാൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ ഏറ്റവും നന്നായി ആസ്വദിക്കും. ഇതുവരെ കാണാത്ത ഒരു ഭംഗി എല്ലാ വസ്തുക്കളിലും നമ്മൾ കാണാൻ തുടങ്ങും. ഇതുപോലെ നമ്മുടെ ഓരോ ഓർഗൻസിനും അപ്ലൈ ചെയ്യുക. ആസ് ഇഫ് ദേ മേ ബി ലോസ്റ്റ് സൂൺ. കുട്ടിക്കാലം മുതലേ തന്നെ കാഴ്ചകൾ കാണുവാനോ ശബ്ദങ്ങൾ കേൾക്കുവാനോ സാധിക്കാത്ത തൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഹെലൻ കെല്ലർ റിയലി ബ്ലെസ്ഡ് ആയ നമ്മളോട് ഇത് പറയുന്നത്. She asks the readers to cherish every sense we have like a gift from God. This is because once we lost it,
We may not get it back, as in her case, whatever we may do. At such a juncture, it is impossible to take a pleasure in our senses anymore. Hence, Helen Keller asks us to use our senses anymore, as if tomorrow you would be stricken blind. ദൈവം നമുക്ക് തന്ന ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്ന പോലെ എല്ലാ സെൻസ് ഓർഗൻസിനെയും നമ്മൾ ചെറിഷ് ചെയ്യണം. കാരണം ഒരിക്കലും അത് നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഹെലൻ കെല്ലറിനെ പോലെ പിന്നെ ഒരിക്കലും അത് നമുക്ക് തിരികെ ലഭിക്കാതെ പോയാലോ. സോ നാളെ ചിലപ്പോൾ അന്ധത കൈവന്നേക്കാം എന്ന ചിന്തയോടെ ഇന്ന് ജീവിക്കുക. ഈ മെസ്സേജാണ് ഹെലൻ കെല്ലർ ഈ എസ്സേയിലൂടെ റീഡേഴ്സിന് നൽകുന്നത്. 3 Days to See എന്ന എസ്സേയുടെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻ, ഫീഡ്ബാക്ക് എന്നിവ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.